മട്ടാഞ്ചേരിയിലെ ദിനേശ് ഷേണായി എന്ന കലാകാരൻ തന്റെ വരകളിൽ പഴമയുടെ ഏടുകൾ ചേർത്ത് വെക്കുകയാണ്. ഓർമ്മയാകുന്ന കെട്ടിടങ്ങളുടെ പ്രൗഢി അത് നഷ്ടമാകാതെ ക്യാൻവാസിലേക്ക് കോറിയിടുന്നു ഒരു ചിത്രകാരൻ. പഴമയുടെ നിറമുള്ള ചിത്രങ്ങൾ. ഇത് ദിനേശ് ഷേണായി എന്ന ചിത്രകാരന്റെ വിരൽത്തുമ്പിൽ വിരിഞ്ഞ ചിത്രങ്ങളുടെ ശേഖരം. വീട് തന്നെ ഒരു ചിത്രശാലയാക്കി മാറ്റിയിരിക്കുകയാണ് ഷേണായി. എറണാകുളം മട്ടാഞ്ചേരി പള്ളിയറക്കാവിലാണ് ഈ ആർട്ട് ഗാലറി. വരച്ച എല്ലാ കെട്ടിടങ്ങളും രൂപമാറ്റം വരുത്തുകയോ പൊളിച്ചു പണിയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പൊളിക്കണ കെട്ടിടം വരയ്ക്കണയാളെന്നാണ് ദിനേശിനെ അടയാളപ്പെടുത്തുന്നത്. കുരിശങ്കൽ തറവാട്, ചേരമാൻ ജുമാ മസ്ജിദ്, കുറ്റിച്ചിറപ്പള്ളി, മമ്പ്രം പള്ളി തുടങ്ങിയവയൊക്കെ ഈ ഗാലറിയിൽ ഇപ്പോഴും ഭദ്രമായി നിലകൊള്ളുന്നു. പൈതൃക സ്മാരകങ്ങൾ തെരഞ്ഞുപിടിച്ച് വരക്കണ ഒരാളാണെന്നാണ് പൊതുവെ എല്ലാവരും എന്നെപ്പറ്റി അപവാദം പറഞ്ഞു വരുത്താറ്. അത് തെരഞ്ഞുപിടിച്ച് വരയ്ക്കാൻ തന്നെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. മാറിക്കൊണ്ടിരിക്കുന്ന വേറെ വഴിയില്ലാതെയുള്ള മാറ്റങ്ങളാണ് എവിടെ നോക്കിയാലും കാണാം. അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പണ്ടൊരു കുടുംബത്തിൽ 10-20 പേരുണ്ടാവും. 20 പേർക്ക് താമസിക്കാനുള്ള വലിയ വീടായിരിക്കും. വളരെ മനോഹരമായിട്ടുള്ള വീടുകളൊക്കെ ആയിരിക്കും പണ്ടുണ്ടായിരുന്നത്. ജനറലി അതാണ് നമുക്കിവിടെ കാണാനും പറ്റണം. ഇപ്പം എല്ലാം അതൊക്കെ മാറി അണുകുടുംബത്തിലോട്ട് നമ്മൾ മാറിക്കഴിഞ്ഞു. ഓരോ വീടും ആ കാലഘട്ടത്തെ നമ്മളുടെ നേരെ ചൂണ്ടിക്കാണിക്കും. നമ്മളത് അറിയുന്നില്ല എന്നുള്ളതാണ്. ഈ വീടുകളുടെ ഉള്ളിൽ പോകുമ്പോഴാണ് അവിടെ ജീവിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ നമ്മൾ ശരിക്കും വേണം തിരിച്ചറിഞ്ഞത്. അത് അവരുടെ വസ്ത്രങ്ങൾ കണ്ടിട്ടൊന്നുമല്ല, വീടിൻ്റെ അകത്തുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ വളരെ രസമാണ്. ആ ഈ റൂമിൻ്റെ ഭംഗിയല്ല കേട്ടോ, ഞാനൊരിക്കലും ഉദ്ദേശിക്കുന്ന റൂമിൻ്റെ ഭംഗിയല്ല. അതൊക്കെ നമുക്കിങ്ങനെ വെറുതെ പറയാനും പറ്റത്തില്ല. ഇപ്പോൾ അതിലെ ഒരു 80% വീടുകളും രൂപമാറ്റം വന്നു. എന്നാലും മാറാത്ത 2-3 വീടുകളുണ്ട്. അപ്പോൾ അങ്ങനെ രൂപമാറ്റം സംഭവിക്കുമ്പോൾ മിനിമം അത് ഔട്ടറെങ്കിലും വരച്ച് വെക്കുക എന്നുള്ളൊരു ഒരു എന്താ പറയുക, ഒരു ഭ്രാന്ത് പിടിച്ചൊരു ആശയത്തിൻ്റെ പുറകിൽ ഞാൻ പോയിട്ട് 94 മുതലുള്ള എൻ്റെ ശ്രമമാണ് ഈ കാണുന്ന ചിത്രങ്ങൾ. ഓയിൽ പെയിന്റിൽ ഏകവർണ്ണ ചിത്രരചനാ രീതി പിന്തുടർന്ന ഒരേ ഒരാളെ ഇന്ന് കേരളത്തിലുള്ളൂ. അത് ദിനേശ് ഷേണായിയാണ്. ബ്രൗൺ നിറത്തിന്റെ വിവിധ ഭാവങ്ങളുള്ള നിറച്ചാർത്തുകളിലൂടെ അദ്ദേഹം ചിത്രകലയിൽ തന്റെ കയ്യൊപ്പ് ചാർത്തിയത് ഇങ്ങനെയാണ്. ഞാൻ ഈ ബേൺ ടംബർ എന്ന് പറഞ്ഞ കളർ വെച്ചിട്ടാണ് ഈ മൊണോക്രോമാറ്റിക് സെപ്പിയ ഇൻ ഓയിൽസ് എന്നുള്ള കാറ്റഗറിയിലാണ് എൻ്റെ ചിത്രങ്ങളുള്ളത്. ഈ കാറ്റഗറിയിൽ 497ഓളം ചിത്രങ്ങൾ എൻ്റെ കഴിഞ്ഞു. 8 ദിവസം അതിനുള്ളിൽ പൂർത്തിയാക്കും എല്ലാ സ്മാരകങ്ങളും. മട്ടാഞ്ചേരിയിലെ അതിപുരാതന സ്കൂളായ ഹാജി ഇസ ഹാജി മൂസ സ്കൂളിന്റെ രൂപം വ്യക്തമാകുന്നത് ഇന്ന് ദിനേശ് ഷേണായിയുടെ ചിത്രത്തിലൂടെയാണ്. 490 പുനർജനികളാണ് അദ്ദേഹം ഇതുവരെ സൃഷ്ടിച്ചത്. ഇതൊന്നും വിൽപ്പനയ്ക്കുള്ളതല്ല, ഇതൊരു സഫരിയാണ്. ആ യാത്ര തുടരുകയാണ്. ന്യൂസ് 18 കൊച്ചി.